കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് ഈ സമയത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്നത്. തൃശൂരിൽ കെ മുരളീധരൻ മത്സരിക്കുമെന്ന് കെ.സി. വേണുഗോപാൽ, വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്നും കെ.സി. വേണുഗോപാൽ പ്രതികരിച്ചു. സിബി ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. സിബി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം അതിന്റെ അന്തിമ പട്ടികയിലേക്ക് എത്തിയിട്ടുണ്ടോ? നേരത്തെയുള്ള ധാരണകളിൽ നിന്ന് പല മാറ്റങ്ങളും വരുന്നതായി നമുക്കറിയാൻ കഴിയുന്നപ്പോൾ മുരളീധരൻ തൃശ്ശൂരിലേക്ക് വരുന്നു, ഒപ്പം തന്നെ വടകരയിലേക്ക് ഷാഫി പറമ്പിൽ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നു. ആ രീതിയിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ മാറ്റങ്ങളിലേക്കൊക്കെ പോകുന്നത്? സിബി, കേൾക്കാമോ? മനു, എന്തായാലും സ്ഥാനാർത്ഥി ലിസ്റ്റ് 6 മണിയോടെ പുറത്തു വരുമെന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ കെ.സി. വേണുഗോപാൽ നൽകിയത്. കെ.സി. വേണുഗോപാൽ ഇപ്പോൾ AICC ആസ്ഥാനത്തേക്ക് പോയിട്ടുണ്ട്. പ്രധാനമായും വടകരയിൽ സിറ്റിംഗ് എം പി ആയിരുന്ന കെ മുരളീധരൻ തൃശ്ശൂരിൽ മത്സരിക്കുമെന്ന് അദ്ദേഹം ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ ഉണ്ടാകും എന്നുള്ളത് തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല ആലപ്പുഴയിൽ കെ.സി. തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിലും മത്സരിക്കും. അത്തരത്തിൽ എന്തായാലും പിന്നീട് വടകരയിൽ ഇത്തരത്തിൽ പുതിയ സ്ഥാനാർത്ഥിയും ഉണ്ടാകുമെന്നും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. എന്തായാലും ലിസ്റ്റ് ഇനി ഒരു 6 മണിയോടെ പുറത്തു വരും എന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ AICC ആസ്ഥാനത്തും അതുകൂടാതെ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലും കൂടാതെ കെ.സി. വേണുഗോപാലിൻ്റെ വസതിയിലെല്ലാം തന്നെയും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ചെന്നിത്തലയും സുധാകരനും എല്ലാം തന്നെയും അടങ്ങുന്ന ഇവരെല്ലാം നേതാക്കളെല്ലാം തന്നെയും ചർച്ചകൾ നടത്തിയ ശേഷമാണ് ഒരു ധാരണയായത്. ഇപ്പോൾ കെ.സി. വേണുഗോപാൽ വ്യക്തമാക്കുന്നത് ചില ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ചില ആശയക്കുഴപ്പങ്ങളും ചില തേച്ചുമിനുക്കലൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെയും പൂർത്തിയായി 16 സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. എന്തായാലും ഈ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയത് തന്നെയാണ് ഈ ഒരു സ്ഥാനാർത്ഥി നിർണയ പട്ടിക വൈകാൻ കാരണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിലുള്ളൊരു മാരത്തൺ ചർച്ചകൾക്കാണ് ഇന്ന് ദില്ലിയിൽ വിവിധ ഇടങ്ങളിലായി നടന്നത്. എന്തായാലും ഇപ്പോഴും ഈ തീരുമാനങ്ങൾ ഇപ്പോൾ ആയി എന്ന് ഇപ്പോൾ വി.ഡി. സതീശനും ചെന്നിത്തലയും കെ.സി. വേണുഗോപാലും വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും നേരത്തെ പുറത്തു വന്ന ആ ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ്, അതായത് വടകരയിൽ ഷാഫി പറമ്പിൽ, തൃശ്ശൂരിൽ ഇതോടൊപ്പം തന്നെ കെ മുരളീധരൻ, വയനാട്ടിൽ രാഹുൽ ഗാന്ധി, കൂടാതെ കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുന്നു, ആലപ്പുഴയിൽ കെ.സി. വരുന്നു. എന്തായാലും ഈ സർപ്രൈസ് എന്ന് പറയുന്നത് തൃശ്ശൂരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൃശ്ശൂരിൽ കെ മുരളീധരൻ മത്സരിക്കുമെന്ന് ഇപ്പോൾ കെ.സി. വേണുഗോപാൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. പക്ഷേ നമ്മൾ ചോദിച്ചത് ഇതിൽ ഈ ടി.എൻ. പ്രതാപൻ നേരത്തെ തന്നെ പോസ്റ്റർ ഒട്ടിക്കുകയും അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പ്രധാനപ്പെട്ട കാര്യമാണല്ലോ സ്ഥിതി. കാരണം ഇപ്പോൾ തൃശ്ശൂരിൽ ടി.എൻ. പ്രതാപൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടില്ല ശരിയാണ്. പക്ഷേ എങ്കിൽ പോലും ആ രീതിയിൽ സ്ഥാനാർത്ഥിയാകും എന്ന രീതിയിൽ തന്നെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. വടകരയിൽ മുരളീധരനും ആദ്യം എതിർപ്പൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും പിന്നീട് മുരളിയും അവിടെ സജീവ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിലേക്ക്, സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടില്ല പക്ഷേ എങ്കിൽ പോലും ആ രീതിയിലുള്ള നീക്കങ്ങളിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. പോസ്റ്ററുകൾ അടിക്കുന്നു, തൃശ്ശൂരിലാണെങ്കിൽ ചുവരെഴുത്ത് വരെ പലയിടങ്ങളിലും വരുന്നു. പക്ഷേ പിന്നീട് വളരെ വേഗത്തിൽ ഈ സാഹചര്യം മാറുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു മാറ്റം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നത്? തീർച്ചയായും മനു, അത് ഈ തൃശ്ശൂരിൽ ഇത്തരത്തിൽ നമുക്കറിയാം, നേരത്തെ തന്നെ ഈ സുനിൽ കനുകൂലുവിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് തൃശ്ശൂർ അടക്കമുള്ള 6ഓളം മണ്ഡലങ്ങളിൽ ഈ സിറ്റിംഗ് MP-മാർക്ക് വിജയ സാധ്യതയില്ല എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. പക്ഷേ എങ്കിൽ പോലും നിലവിലുള്ള MP-മാർ മത്സരിക്കട്ടെ എന്നൊരു നിർദ്ദേശമാണ് AICC മുന്നോട്ട് വെച്ചത്. അത് പ്രകാരമാണ് ടി.എൻ. പ്രതാപൻ അടക്കമെല്ലാം തന്നെയും ഈ ഒരു സ്ഥാനാർത്ഥി പ്രചരണവുമായി മുന്നോട്ട് പോയത്. പക്ഷേ ഇവിടെ പത്മജ വേണുഗോപാൽ സ്വാഭാവികമായും BJPയിലേക്ക് പോയപ്പോൾ ഇത്തരത്തിൽ അവിടെ വലിയൊരു തിരിച്ചടി അവിടെ കോൺഗ്രസിനുണ്ടായി, വളരെ വലിയൊരു ആഘാതമാണ് ഉണ്ടായത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ കരുണാകരൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ വന്ന് തൃശ്ശൂർ മത്സരിക്കട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെയാണ് ഈ കെ മുരളീധരന് വളരെ വലിയ അതൃപ്തിയായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇത്തരത്തിൽ ഈ വടകര ഉപേക്ഷിച്ചുകൊണ്ട് തൃശ്ശൂരിലേക്ക് പോകാൻ കഴിയില്ല എന്ന് അദ്ദേഹം ഹൈക്കമാൻഡിനെ അറിയിച്ചു. പിന്നീട് KPCC പ്രസിഡന്റ് സുധാകരനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശനും ചെന്നിത്തലയും അദ്ദേഹത്തെ മാറി മാറി വിളിക്കുന്നു. ഹൈക്കമാൻഡ് ഇടപെടുന്നു, ചർച്ചകൾ നടത്തുന്നു. കെ.സി. വേണുഗോപാലിൻ്റെ വീട്ടിൽ വെച്ച് ആദ്യം ചർച്ച നടത്തുന്നു, പിന്നീട് മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ പോയി ചർച്ച നടത്തുന്നു. അങ്ങനെ നിരവധി മാരത്തൺ ചർച്ചകൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു അനുനയ നീക്കം അല്ലെങ്കിൽ കെ മുരളീധരൻ തൃശ്ശൂർ മത്സരിക്കാമെന്ന് പിന്നീട് അറിയിക്കുന്നത്. എന്തായാലും ഇത് തന്നെയാണ് വലിയ കീറാമുട്ടിയായി കോൺഗ്രസ് സംബന്ധിച്ച് ഈ ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് വൈകാൻ കാരണവും. സർപ്രൈസ് ലിസ്റ്റ് ഉണ്ടാകുമെന്ന് ഇന്നലെ ഇത്തരത്തിൽ KPCC പ്രസിഡന്റ് പറഞ്ഞെങ്കിലും പിന്നീട് ഇന്ന് രാവിലെ ആയപ്പോഴേക്കും ആ സർപ്രൈസ് ലിസ്റ്റ് മാറിയിട്ട് വലിയ ആശങ്ക ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു. ഇത്തരത്തിലെല്ലാം തന്നെയും വളരെ വലിയ
വലിയൊരു ആശങ്കയിലാണ് ഈ ചർച്ചകൾ ഇങ്ങനെ മുന്നോട്ട് പോയത്. എന്തായാലും ഇപ്പോൾ ഒരു അന്തിമഘട്ടത്തിലായി എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാ നേതാക്കന്മാരും പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വി.ഡി. സതീശനും അതോടൊപ്പം തന്നെ കെ. സുധാകരനും ദില്ലിയിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങിയിട്ടുണ്ട്. കെ.സി. വേണുഗോപാൽ അദ്ദേഹം ആലപ്പുഴയിൽ തന്നെ മത്സരിക്കുമെന്നുള്ള കാര്യം അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ഈ ആശയക്കുഴപ്പമെല്ലാം തന്നെ മാറി പുതിയ സ്ഥാനാർത്ഥി വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൃശ്ശൂരിൽ ടി.എൻ. പ്രതാപനെല്ലാം തന്നെയും സിറ്റിംഗ് എം.പിയായി ടി.എൻ. പ്രതാപനെ മാറ്റി നിർത്തിക്കൊണ്ട് വീണ്ടും പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി മേഖലയെല്ലാം തന്നെയും സ്വാധീനമുള്ള ആൾ കൂടിയാണ്, സിറ്റി എം.പിയാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കെ. മുരളീധരനെ കൊണ്ടുവന്ന് നിർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതിൽ കെ. മുരളീധരന് വളരെ വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. പക്ഷേ ഹൈക്കമാൻഡ് ഇടപെട്ടാണ് ആ ഒരു അതൃപ്തി മാറ്റിയെടുക്കുകയും പിന്നീട് അത്തരത്തിൽ ഹൈക്കമാൻഡിൻ്റെ നിർബന്ധത്തിന് വഴങ്ങുകയുമായിരുന്നു കെ. മുരളീധരൻ ചെയ്തത്. എന്തായാലും ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഈ 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഒരു ലിസ്റ്റ് പുറത്തു വരികയും ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പത്മജ വേണുഗോപാൽ BJP വിട്ടത് വളരെ വലിയ ആഘാതം സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൂടാതെ സിറ്റി എംപിമാരെ പലരും ടി എം പ്രതാപൻ അടക്കമല്ലാതിനെയും മാറ്റി നിർത്തുമ്പോൾ സ്വാഭാവികമായും നിലവിലെ സിറ്റിംഗ് എംപിമാർക്ക് വിജയ സാധ്യതയില്ല എന്ന അനുകൂല റിപ്പോർട്ട് അംഗീകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഹൈക്കമാൻഡ് തീരുമാനവും. എന്തായാലും ഇപ്പോൾ ഈ വയനാട്ടിൽ രാഹുൽ ഗാന്ധി അടക്കം മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ചോദിച്ചത് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ രൂപപ്പെട്ടു അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ ആ ചോദ്യം വളരെ പ്രധാനമായും ഉയർന്നു വന്നതാണല്ലോ. കാരണം ഈ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് BJPക്ക് ശക്തിയില്ലാത്ത ഒരു സ്ഥലത്ത് വന്ന് മത്സരിക്കുമ്പോൾ, ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുമ്പോൾ അത് രാജ്യത്ത് നൽകുന്ന സന്ദേശം എന്താണ്? ഇടതുപക്ഷമാണോ പ്രധാന ശത്രുവായിട്ട് കാണേണ്ടത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം കഴിഞ്ഞ തവണ മുതൽ ചോദിക്കുന്നതാണ്. ഇപ്പോൾ ഇതാ ഇന്ത്യ സഖ്യം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരാൻ തീരുമാനിക്കുകയാണ്. ഇതിലൊരു അഭംഗിയുണ്ടല്ലോ, അതിനുള്ള മറുപടി എന്തായിരുന്നു AICC നേതൃത്വം, പ്രത്യേകിച്ചും കെ.സി. വേണുഗോപാലൊക്കെ നമ്മളോട് പറഞ്ഞത്? തീർച്ചയായും കെ.സി. വേണുഗോപാൽ ചൂണ്ടിക്കാട്ടിയത് പരമാവധി അംഗസംഖ്യ കേരളത്തിൽ നിന്നും ദേശീയ തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം 2019 രാഷ്ട്രീയ സാഹചര്യമല്ല ഈ 2024 എന്ന് കൃത്യമായി AICCക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് നിലവിലെ സിറ്റി എംപിമാരെ മാറ്റി പരീക്ഷിക്കാൻ ആദ്യം തയ്യാറാകാത്തതും. പക്ഷേ രാഹുൽ ഗാന്ധി അടക്കം മത്സരിക്കുമെന്ന് ആവശ്യപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട കാര്യമായി കെ.സി. വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. ഞങ്ങൾ ചോദിച്ചത് 2 പേർ കെ.സി. വേണുഗോപാലും രാഹുൽ ഗാന്ധി 2 ദേശീയ നേതാക്കൾ കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു പ്രതിപക്ഷ സഖ്യമായി ഇന്ത്യ രൂപപ്പെട്ട പശ്ചാത്തലത്തിൽ ഉത്തരേന്ത്യയിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ BJP നേതാക്കളുമായി നേരിട്ടല്ലേ മത്സരിക്കേണ്ടെന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ഇത്തരത്തിൽ ഞങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇടതുപക്ഷമാണ്, അവരുമായി ഞങ്ങൾ മത്സരിച്ചാണ് പരമാവധി അംഗസംഖ്യ കൂട്ടുക എന്നുള്ളതാണ് അവരുടെ തീരുമാനമെന്നും കെ.സി. പറയുന്നു. എന്തായാലും വ്യക്തമായ മറുപടി അദ്ദേഹം പറയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഇത് നൽകുന്ന സന്ദേശം മറ്റൊരു വിപരീതമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇത് BJPക്ക് അല്ലാതെ വളരെ വലിയ ആയുധമാക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കേരളത്തിൽ 2019 ഒരു സ്ഥിതിയല്ല ഉള്ളതെന്ന് കൃത്യമായി കോൺഗ്രസ് മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നിലവിലെ സിറ്റി എംപിമാരെ മാറ്റാൻ പോലും ഇത്തരത്തിൽ തയ്യാറാകാതെ ഈ ലാസ്റ്റ് നിമിഷം പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോകുമ്പോൾ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തൃശ്ശൂരിൽ ഇത്തരത്തിൽ വടകരയും തൃശ്ശൂരും തമ്മിൽ വടകരയിലെ സിറ്റി എംപിയായ കെ. മുരളീധരനെ തൃശ്ശൂരിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കേണ്ട ഒരു ഗതികേടിലേക്ക് കോൺഗ്രസ് എത്തിച്ചേരുന്നത്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ലിസ്റ്റ് അല്ലെങ്കിൽ ആ സർപ്രൈസ് ലിസ്റ്റ് ഔദ്യോഗികമായി ഒരു 6 മണിക്ക് ശേഷം ഇത്തരത്തിൽ പുറത്തുവിടുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ ഈ ഒരു സീറ്റ് വിഭജന ചർച്ചകളെല്ലാം തന്നെയും പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും കെ. സുധാകരനും അറിയിച്ചിരിക്കുന്നത്. പക്ഷേ പത്മജ വേണുഗോപാൽ അടക്കമുള്ളവർ ഈ പാർട്ടി വിട്ട് പോകുന്നതിന് വളരെ വലിയൊരു തിരിച്ചടിയും ആഘാതവും അവരുടെ വാക്കുകളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് തന്നെയാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക വൈകാനുള്ള കാരണവും. മനു, ശരി, നോക്കാം സിബി. എന്നാൽ അല്പസമയത്തിനൊക്കെ ഒരു തീരുമാനം വരുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിബിയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഏകദേശം 6 മണിയോടുകൂടി ഒരുപക്ഷെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിൽ കെ. മുരളീധരൻ സ്ഥാനാർത്ഥിയായി എത്തും. ഒപ്പം തന്നെ വടകരയിൽ കെ. മുരളീധരന് പകരം അപ്പോൾ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയാകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ആലപ്പുഴയിലേക്ക് കെ.സി. വേണുഗോപാൽ വരുന്നു. ഒപ്പം വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ പതിവ് പോലെ ഉത്തരേന്ത്യയിലെ മണ്ഡലങ്ങൾ ഉപേക്ഷിച്ച് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.